എവിടെയാ മഹേഷേട്ടാ? ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. മണിക്കുട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? അവന്റെ കാര്യം ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. ഞാൻ ആകെ നെഞ്ചുരുകിയിരിക്കുക. ഓപ്പറേഷൻ എത്രയും വേഗം നടത്തണമെന്നാ ഡോക്ടർമാര് പറയുന്നേ. മണിക്കുട്ടന്റെ ഹൃദയം എത്രയും പെട്ടെന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാവൂന്ന്. അങ്ങനൊന്നും സംഭവിക്കില്ല മഹിമേ. മോള് പറഞ്ഞിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ. അമ്മ മൂകാംബിക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും വരുത്തില്ല. നീ ഒന്ന് സമാധാനിക്കേ. എന്നും പറഞ്ഞ എങ്ങനെയാ? ഓപ്പറേഷൻ ഉടനെ നടത്തിയില്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കൈവിട്ടു പോവും. എനിക്ക് പിന്നെ ആരുണ്ട്? അതെ, ശിവപ്രിയയുടെ കാര്യം എന്തായി? അവളുടെ കാര്യവും അല്പം പരിങ്ങല്ല. ഇടയ്ക്ക് ശ്വാസം മുട്ടും വിമിഷ്ടവും ഒക്കെ ഉണ്ട്. വാസുകി ഡോക്ടർ ഉള്ളതുകൊണ്ടാ ഒരുവിധം പിടിച്ചിരിക്കുന്നേ. അല്ല, എന്തൊക്കെയായാലും 9 വയസ്സുവരെ അവൾക്ക് ആയുസുള്ളൂ എന്നല്ലേ ജാതകത്തിൽ പറയുന്നത്. എങ്കിൽ പിന്നെ അവളാൽ കഴിയുന്ന ഒരു ഉപകാരം മണിക്കുട്ടിന് വേണ്ടി ചെയ്യാൻ കഴിയില്ലേ? നീ എന്താ മഹിമ ഉദ്ദേശിക്കുന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. മഹേഷേട്ടാ, പറയുന്നുണ്ടോന്നും തോന്നരുത്. എന്തായാലും 9 വയസ്സിനപ്പുറം ശിവപ്രിയ ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ അവളുടെ ഹൃദയം നമ്മുടെ മണിക്കുട്ടന്. മഹിമേ, എന്താ നീ പറയുന്നേ? ജാതകത്തിൽ അത്ര വയസ്സ് ആയുസ് പറഞ്ഞുള്ളൂ എന്ന് വെച്ച് അതിനു മുമ്പ് അവളെ കൊല്ലാനോ? എന്നിട്ട് അവളുടെ ഹൃദയം മണിക്കുട്ടിന് മാറ്റിവെക്കാനോ? മഹേഷേട്ടാ, നിനക്ക് എങ്ങനെയാ മഹിമേ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? നീ ഒരു അമ്മയല്ലേ? അതെ, ഞാനും ഒരു അമ്മയാ. ഏതൊരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിന്റെ ജീവന വലുത്. എന്തായാലും മരിച്ചു പോകുന്ന ഉറപ്പുള്ളൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ. മഹിമ വേണ്ട, മതി, നിർത്ത്. ഇനി ഒരക്ഷരം അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. മണിക്കുട്ടന് ആയുസ് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഓപ്പറേഷന് വേണ്ട കാര്യങ്ങള് യഥാസമയം നടക്കും. അതിനുവേണ്ടി എന്റെ മോളുടെ ജീവൻ അസ്തമിക്കാൻ നീ പ്രാർത്ഥിക്കരുത്, ആഗ്രഹിക്കുകയും ചെയ്യരുത്. മഹാപാപം അത്. ഫോൺ വയ്ക്കേ. എന്നാലും എന്റെ കുഞ്ഞിന്റെ ജീവനാണല്ലോ നീ ആവശ്യപ്പെട്ടത്. നീ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ കുഞ്ഞ് നിന്റെ അമ്മയെന്നല്ലേ വിളിക്കുന്നത്. ആ ഒരു കാര്യമെങ്കിലും നിനക്ക് ആലോചിക്കാമായിരുന്നില്ലേ മഹിമ? ഇത്ര ദുഷ്ടതരം ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? തിരുമേനി വലിയ സങ്കടത്തിലാണല്ലോ. എന്താ ഉണ്ടായത്? എന്താണെങ്കിലും എന്നോട് പറയൂ. ശിവപ്രിയമോളുടെ കാര്യം ആലോചിച്ചിട്ടാണോ ഈ സങ്കടം? അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എന്നും എനിക്ക് സങ്കടമേ ഉള്ളൂ വിദ്യാമ്മേ. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിച്ചത് ഒപ്പം ജീവിക്കുന്നവരും അവളുടെ ചോരയ്ക്കും ജീവനും വേണ്ടിയാണല്ലോ കൊതിക്കുന്നതെന്നാ. അതോർത്തപ്പോ മനസ്സാകെ കൈവിട്ടുപോയി. കുറച്ചു മുമ്പ് എന്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ മണിക്കുട്ടിന്റെ അസുഖ വിവരം. അവന് ഹൃദയമാറ്റ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി ആലോചിച്ചു ആകെ വിഷമിച്ചിരിക്കുക ഞാൻ. അതിന്റെ കൂടെ അവള് ശിവപ്രിയമോളുടെ ഹൃദയം മണിക്കുട്ടിന് വെച്ച് പിടിപ്പിച്ചൂടെ എന്നോട് ചോദിച്ചത്. അവൾക്ക് എന്തായാലും ഇനി ആയുസില്ലല്ലോ എന്ന്. എങ്ങനെയാ വിദ്യാമ്മേ അവൾക്കിത് എന്നോട് ചോദിക്കാൻ പറ്റിയത്? അവള് പ്രസവിച്ചതല്ലെങ്കിലും എന്റെ കുഞ്ഞവൾ അമ്മയെ പോലെയല്ലേ കാണുന്നത്. 9 വയസ്സുവരെ എന്റെ കുഞ്ഞിന് ആയുസുള്ളൂവെങ്കിലും അമ്മ മഹാമായ എന്തെങ്കിലും അത്ഭുതം കാട്ടി അവളുടെ പ്രാണൻ നിലനിർത്തണമെന്ന ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെയും കൂടി കേട്ടപ്പോ. തിരുമേനി വിഷമിക്കണ്ട. അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനസ്സിലെ സ്വാർത്ഥ മോഹങ്ങളാണ്. തിരുമേനി പറഞ്ഞതുപോലെ ശിവപ്രിയെ വിധിക്ക് വിട്ടുകൊടുക്കാതിരിക്കാനാണ് നമ്മുടെ പ്രാർത്ഥനയും കാവലും. അതെ വിദ്യാമ്മേ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മ മൂകാംബിക എന്റെ മോളെ കാത്തോളൂന്ന. ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന സമയം കഴിഞ്ഞാലും അവളുടെ ആയുസിന് ഒരു കോട്ടവും തട്ടാതെ
എന്റെ ദേവി കാക്കും. മഹാദേവന്റെ ഭക്തയാവള്. മാർക്കണ്ഡേയനെ രക്ഷിച്ച പോലെ മഹാദേവൻ എന്റെ മോളെ രക്ഷിക്കുമായിരിക്കും. അല്ലേ വിദ്യാമേ? ശിവനും ശക്തിയും ഒന്നു ചേർന്നാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു കൂടായികയില്ല. ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. അചഞ്ചലമായ പ്രാർത്ഥനകൾ കൊണ്ട്, നിഷ്കാമമായ ഭക്തി കൊണ്ട് ശിവപ്രിയയുടെ ആയുസ് അണയാതിരിക്കാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. വിദ്യാമയുടെ ഈ വാക്കുകളാണ് എന്റെ ശക്തി. അമ്മേ, മൂകാംബിക. നാട്ടിലെ ആമ്പിള്ളേർക്കും വരുത്തന്മാർക്കും ഒക്കെ ഇവളെ തന്നെ മതി. ഇവളുടെ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കുഴയാണല്ലോ ഈശ്വര. ഗഗനും സന്ദീപും ഇവളുടെ പിന്നാലെ നടക്കാൻ ഇവൾ എന്ത് കൂടോത്തരമാണോ എന്ത് പ്രയോഗിച്ചത്. ഞാൻ ആ വൈദ്യരെ ഒന്ന് കാണാൻ പോയതാ. പോയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. വെറുതെ വെയിൽ കൊണ്ടത് മാത്രം മെച്ചം. ആ, നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞെങ്കിലേ നീ ഇത്തിരി ചായ ഉണ്ടാക്കിത്താ. വല്ലാത്ത തലവേദന. ഇതിപ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പരിഹരിക്കും. ആകെ ഒരു പുലിവാലായല്ലോ ദൈവമേ. അവളെ ഗഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാ ബാധ്യതകളെല്ലാം ഒഴിയും. പക്ഷേ അവനൊരു ബാധ്യതയായി മാറും. മറിച്ച് സന്ദീപാണെങ്കിൽ ബാധ്യതയെ ഒഴിയും. അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. എല്ലാം സ്വസ്ഥവും. പക്ഷേ സന്ദീപിന്റെ അമ്മ എതിര് നിൽക്കുന്നിടത്തോളം കാലം ആ വഴി സുഗമമല്ല. എന്താ ഇപ്പൊ ഒരു മാർഗം? അമ്മേ, ആ അമ്മേ, അമ്മ ഇത് എവിടെ പോയതാ? അവരെ കാണാൻ പോയതായിരിക്കും അല്ലേ? ഒന്ന് പതുക്കെ പറയടി. ഇനി ആ കാര്യം ദേവൂട്ടി അറിയണ്ട. പോയിട്ട് എന്തായി? അവരെ കണ്ട?